ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പി നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഏത് ഓയിലായാലും കുഴപ്പമില്ല. വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി ഇതൊന്ന് വഴറ്റുക. അതിന് ശേഷം അതിലേക്ക് സവാള ചേർക്കുക. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, നീളത്തിൽ അരിഞ്ഞത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു തക്കാളി ഇതേപോലെ തന്നെ നുറുക്കിയത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വരണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിലും കൂടി ഒഴിച്ചിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന സവാള, തക്കാളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഈ നൂഡിൽസിൻ്റെ മസാല, എത്ര പാക്കറ്റ് നൂഡിൽസാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഷേസ്വാൻ സോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്നും കൂടി വന്നതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ നൂഡിൽസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതിനേക്കാളും കുറച്ചധികം സൂപ്പ് നൂഡിൽസായിട്ട് എടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ നൂഡിൽസ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്